കാര്യമായി. നമ്മുടെ സ്വന്തം വീട് ഇങ്ങനെ കത്തിയതൊക്കെ എന്ത് ചെയ്തേനെ? നമ്മൾ നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? ഇങ്ങനെ കത്തിയത് നമ്മൾ അറിയത്തില്ല, നമ്മൾ കത്തിപ്പോയനെ. ഇതാരെങ്കിലും മനഃപൂർവ്വം കത്തിച്ചാന്നോ അതോ ഷോർട്ട് സർക്യൂട്ട് കത്തിയതാണോ ഒന്നും അറിയാൻ വയ്യല്ലോ. നിന്റെ അച്ഛനും അമ്മ ആ സമയത്ത് തന്നെ ഇവിടുന്ന് പോയല്ലോ. ഷോ, അവരാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവരാണെങ്കിൽ തന്നെ ഡീൽ ചെയ്യുന്നതന്നെ. എനിക്ക് വയ്ക്കും, ഞാൻ ആരെയൊക്കെ വിളിക്കണം? നീ പോയാ ഫോണിൽ എടുത്തോ, ഞാൻ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കട്ടെ. നമുക്ക് കുറച്ച് ബാക്കി ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ? എടി ശാരദ, ഒരു ഗ്ലാസ് ചായ കൊണ്ട് പാടി. ഞാൻ ഇത്ര നേരമായിട്ട് നേരം എടുത്തിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ ഇതുവരെ. ആ അതെന്താ പറയുമ്പോ ചായ ഇടാഞ്ഞത്? ഞാനെങ്കിലും അപ്പുറത്തെ വസുമതി ചേച്ചിയോട് സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഇന്നലെ എനിക്ക് സംഭവം നടന്നു. എന്താ അമ്മേ? നമ്മുടെ അമ്മയുടെ കൂട്ടുകാരില്ലേ മീനാക്ഷി, മീനാക്ഷിയുടെ വീട്ടിലാണെങ്കിൽ ഇന്നലെ തീപിടുത്തമുണ്ടായി. അയ്യോ, വീട് മൊത്തം കത്തിപ്പോയോടി. എന്നിട്ട് ആർക്കെങ്കിലും എന്തിനു പറ്റിയോ? അല്ലമ്മ, അവരുടെ വീടല്ല കത്തിയത്, അവരുടെ ഗസ്റ്റ് ഹൗസ് കത്തിയത്. അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടെ കത്തിയത് ഭാഗ്യത്തിന്. ഇവരെന്നെ ഇവിടെ കിടന്ന് ഉറങ്ങും. ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മമ്മയും പിന്നെ മീനാക്ഷി മാത്രമേ ഉള്ളായിരുന്നു വീട്ടില്. അവർ അച്ഛനും അമ്മയൊക്കെ വേറെ എവിടെ പോയേക്കുമായിരുന്നു. ആ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. അവിടെ അതിന്റെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഷോ, എന്തോ സംഭവിച്ചെന്ന് അറിയാൻ വയ്യല്ലോ. അമ്മ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയിട്ട് അതിന് തിരക്കിട്ട് വരാം എന്ത് കാര്യമുള്ളത്. അവർക്ക് അറിയില്ല, അവിടെ കൂട്ടുകാരി ഉണ്ടായ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കാണുമായിരിക്കും അമ്മണി. ആ എന്നാ പിന്നെ നിങ്ങൾ പോയി തിരക്കിട്ട് വാ. എടി, തീയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ, പേടിയാവുന്നു കേട്ടിട്ട് തന്നെ. അമ്മ ടെൻഷൻ ആവണ്ട. ഇന്നിപ്പോ ശനിയാഴ്ച ആയിട്ട് സ്കൂളിൽ പോകണ്ടല്ലോ. പാവം ഒന്നും അവളുടെ കാറ്റ് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നത്. എന്നാലും അമ്മണി, നീ ആ പറഞ്ഞ സാധനത്തിന്റെ പേര് എനിക്ക് മനസ്സിലായില്ലല്ലോ. ആഹാ, കൊട്ടുപോലും അമ്മണി. ആന്റി ഇത് പോകുന്നില്ലേ ബ്യൂട്ടി പാർലറില്? ഇല്ല മോളെ, ഞാൻ പോകുന്നില്ലേ. ഇവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ വേണ്ടിട്ടാ, മീനാക്ഷിയുടെ വീട്ടിലെ. നിങ്ങൾ അറിഞ്ഞാലോ ഈ സംഭവം? ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ ആ വിവരം തിരക്കാൻ വേണ്ടിട്ടാ വന്നത്. മീനാക്ഷിയുടെ വീട് കത്തിയായി ഞങ്ങൾ അറിഞ്ഞു. എടി, അവള് മാത്രമല്ല, നമ്മളും ഇനി എല്ലാവരും സൂക്ഷിച്ചോണം. കാരണം ആറ് വീട് ഇനി കത്താൻ പോകുന്ന ഒരു പിടുത്തമില്ല. ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, തോക്കൊക്കെ പിടിച്ചോണ്ട് സിഗരറ്റൊക്കെ വലിച്ചോണ്ട് നടക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നത്. ബോംബ്രിറ്റോ ബോണ്ടിറ്റോ എന്നാ പറഞ്ഞത്. ഭയങ്കര ഡേഞ്ചർ സാധനമല്ലേ മോളെ? ഒരു പിടുത്തമില്ല മോളെ. എന്തായാലും അവരുടെ ഗസ്റ്റ് ഹൗസാ കത്തിയേക്കുന്നത്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അവരുടെ വീടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മുടെ വീട് രാത്രി ശ്രദ്ധിച്ചോണം. എന്തെങ്കിലുമൊക്കെ പുറത്ത് അനക്കമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി നോക്കിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീടാണെങ്കിലേ ഇതെങ്ങനെയെന്നറിയാവോ, രാത്രി ഇറങ്ങിയിട്ടാണെങ്കിലേ ആ കൈയിരിക്കുന്നത് തോക്കിട്ട് വെടിവെച്ചിട്ടാ വീടിനെങ്കിൽ തീ പിടിപ്പിക്കുന്നത്. ഇതിനിപ്പോ മീനാക്ഷിയുടെ വീട്ടിലോട്ട് പോയിട്ട് നാളെ ആണെങ്കിലേ ബ്യൂട്ടി പാർലർ തുറക്കാം. ആഹാ, അവര് പോയിട്ട് വന്നല്ലോ. മക്കളെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ ഓടിച്ചെന്നിട്ട്? നമുക്കെന്താ അമ്മ ഇന്നലെ അവിടെ തീ വെച്ചത് അത് തന്നെ. എങ്ങനെയാ തോക്കുണ്ട്, പിന്നെ സിഗരറ്റൊക്കെ വലിച്ചോണ്ട് നടക്കുന്നത്. നമ്മുടെ വീടിനടുത്ത് വന്നിട്ട് രക്ഷ വെച്ചിട്ടാണെങ്കിലേ വെടി വെക്കും. അങ്ങനെ വീട് കത്തുന്നത്. എന്റെ ദൈവമേ, ഇനി പേടിച്ച് കഴിയണമല്ലോ നമ്മള്. ഇവിടെ വന്നിട്ട് അങ്ങനെ വെടിവെച്ചെന്തേക്കും നമ്മുടെ വീട് കത്തത്തില്ലേ? അയാൾ എവിടെ ഉണ്ടോ മക്കളെ? അയ്യോ, അത് മനുഷ്യനൊന്നും അല്ല, അത് വേറെ ഒരു രൂപം. അത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ എലിയെ പോലെ ഇരിക്കും. എന്നിട്ട് അതിന് തൊപ്പിയൊക്കെ വെച്ച് സൂട്ടൊക്കെ ഇട്ട് സൂട്ടും കോട്ടൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു എലിയുടെ ലുക്കാ. ചേട്ടനോട് പറയാം. രാത്രി കാലങ്ങളിൽ അമ്മ അത് പുറത്തിറങ്ങുന്നത്. എടി ശാരദ, മോട്ടറൊക്കെ അടിച്ച് ടാങ്ക് നിറച്ചിട്ടേക്കണേ. എപ്പോഴും ഇവിടെ വന്ന് വെടിവെക്കുന്ന അറിയത്തില്ലല്ലോ. തീ ചെറുതായിട്ടെങ്കിലും കത്തുപോയി നമുക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് അണയ്ക്കാമല്ലോ. ആ, കുറച്ച് ബക്കറ്റ് ഉണ്ടെങ്കിൽ വെള്ളം ഇവിടെ വെച്ചേക്കാം. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. എന്നാലും ഇങ്ങോട്ട് വരണമെന്നൊന്നും ഇല്ലല്ലോ അമ്മേ. എന്നാലും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതല്ലേ മോളെ? ഞാനെന്നാ പിന്നെ നേരത്തെ ജോലിയൊക്കെ തീർക്കട്ടെ. വൈകിട്ട് കിടന്ന് ജോലി ചെയ്യുന്നത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇവിടെ തീയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി വന്നാൽ എന്ത് ചെയ്യും? എടി ശാരദ, തേങ്ങ കൊണ്ട് എടുത്ത് മാറ്റടി. കമ്പുപട്ട ഒന്നും വാങ്ങിച്ചില്ല മോനെ അച്ഛൻ. അച്ഛനെങ്കിലും ആകെ പഴയ ടെൻഷനിലാണ് വന്നത്. കമ്പുപട്ട അച്ഛൻ വൈകിട്ട് വാങ്ങിച്ചേരാം കേട്ടോ. ഒന്നും മിണ്ടായിരുന്നു കൂട്ടുപോലെ. ഞാൻ ചേട്ടനോട് ചോദിക്കട്ടെ, അത് എന്തിനാ ഇത് തേങ്ങ എടുത്ത് മാറ്റാൻ പറഞ്ഞത്? ഞാനിങ്ങനെ 2-3 തേങ്ങ എനിക്ക് പൊതിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പുട്ടിനാണെങ്കിൽ തേങ്ങ അവിടെ പൊട്ടിച്ച് വെച്ചേക്കുന്നത് പുട്ടുണ്ടാക്കാൻ വേണ്ടി. പിന്നെ അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അവിടെ വെച്ചേക്കുന്നത്. തേങ്ങ ചെരുവാൻ പോകുമായിരുന്നു ഞാൻ. എന്താ തേങ്ങ മാറ്റം പറഞ്ഞത് ചേട്ടൻ? എടി, ഇനി ഇവിടെ തേങ്ങ കൊണ്ടുള്ള ഒരു പരിപാടിയും വേണ്ട കേട്ടോ. അയ്യോ, അതെന്തോ പറയുമോ മോനെ? തേങ്ങ ഇല്ലാതെ എങ്ങനെ കറി വെക്കുന്നത്? തേങ്ങ ഇട്ട് കറി വെക്കേണ്ട കറികൾക്കൊക്കെ തേങ്ങ ഇല്ലാതെ കറി വെക്കാൻ പറ്റുമോ? അത് തന്നെയല്ല, വയറിന് അസുഖം ഉണ്ടാവും തേങ്ങ ഇട്ട് കറി വെച്ച് തിന്നില്ലെങ്കിൽ. നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ മീനാക്ഷി എന്ന് പറഞ്ഞ കുട്ടിയുടെ വീട്ടിലായിരിക്കും തീപിടുത്തം ഉണ്ടായ കാര്യം? ആ, അറിഞ്ഞു ചേട്ടാ, ഞങ്ങൾ അറിഞ്ഞു. അമ്മയുടെ ഫ്രണ്ട് അവള് മീനാക്ഷി. ആണോ? ആ, പിന്നാണെങ്കിൽ അവിടെ തീപിടുത്തം ഉണ്ടാക്കിയത് ആളാരെന്നറിയോ? ബോബ്രിറ്റോ ബോണ്ടിറ്റോ. അത് പിന്നെ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ആ സാധനത്തെ കണ്ടു കഴിഞ്ഞാൽ എലിയുടെ ലുക്കാ. അപ്പോൾ ആണെങ്കിൽ അതിനെങ്കിൽ തേങ്ങ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ കൂടുതലുള്ള വീടുകളിൽ ചെന്നിട്ടാണെങ്കിൽ അതാണെങ്കിൽ തേങ്ങ തിന്നുകയും ചെയ്ത് ലാസ്റ്റിലാണെങ്കിൽ ആ വീടാണെങ്കിൽ കത്തിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തേങ്ങ എല്ലാം മാറ്റാൻ. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആട്ടെ. മക്കളെ സൂക്ഷിച്ചിരിക്കുക കേട്ടോ.
അയ്യോ എനിക്കിത് വൈകിട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല മക്കളെ. അവിടെയെങ്കിലേ മിനിസ്റ്റർ വരും, ഒരു ഉദ്ഘാടനം ഉണ്ട്, അപ്പോൾ അതിന് ഞാൻ ചെന്നേ പറ്റത്തുള്ളൂ. അയ്യോ എനിക്കിന്ന് ലീവ് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ധൈര്യത്തോടെ ഇരുന്നോ, പേടിക്കൊന്നും വേണ്ട. അച്ഛാ പോകണ്ട അച്ഛാ, പേടിയാ. പേടിക്കണ്ട കുട്ടുമോനെ, ഞങ്ങൾക്ക് ഇല്ല ഇവിടെ. പിന്നല്ലേ അമ്മൂമ്മയുണ്ട്, അമ്മയുണ്ട്, എന്താ ചേച്ചിയുണ്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയല്ലോ. നല്ലൊരു വീട് കാണുന്നു, അതിനകത്ത് കയറിയിട്ട് ഇതുപോലെ ഞാനങ്ങ് പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ വെടിവെക്കാം. വീട് അപ്പോഴേ പൊട്ടിച്ചെതറും. ഇവിടെ ആൾവാസം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ. എന്നാലും വേണ്ടില്ല, ഈ വീട് ഞാൻ ഇപ്പൊ തന്നെ കത്തിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീകോളം ആകുന്നോണ്ട് എവിടെ ചെന്ന് നിന്നാലും ആ വീടങ്ങ് പൊട്ടിത്തെറിക്കുമല്ലോ. എനിക്ക് വെടി ഉതിർക്കേണ്ട ആവശ്യം പോലും വരത്തില്ല. അന്ന് ഞാൻ എന്തുമാത്രം അനുഭവിച്ചു. കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി ഞാൻ. പക്ഷെ JCB കൊണ്ട് വന്ന് ഗവൺമെന്റ് അത് ഇല്ലാതാക്കി. അന്ന് ഞാൻ തീരുമാനം എടുത്തതാ, ഒറ്റ എണ്ണത്തിന് ഞാൻ വീട്ടിൽ വാഴിക്കത്തില്ലെന്ന്. ഇതിനകത്തോട്ട് കയറി പൊട്ടിത്തെറിക്കാം. വീട് കത്തുന്നുണ്ടോ? ഇതുപോലെ ഓരോ വീടും ഞാൻ കത്തിക്കും. അവിടെ ദൂരെ ഒരു വീട് കാണുന്നുണ്ടല്ലോ. ഞാൻ കുറെ ദൂരം നടന്നിട്ട് വീടൊന്നും ഇല്ലായിരുന്നു. ഏകദേശം 2 വീട് അടുത്തടുത്ത് കാണുന്നു. അതിൽ ഏത് വീട് ഞാൻ ആദ്യം കത്തിക്കണം? പോയി നോക്കാം. ഈ പൊട്ടുപോലെ നീ എന്റെ കാലിൽ ഒന്ന് ഇറങ്ങിയിരിക്കേ, കാല് കഴിക്കുന്നു നീ എന്റെ മടി കയറിയിരുന്ന്. എനിക്ക് പേടിയാ താഴെ ഇരിക്കാൻ. എന്തുവാ കിങ്ങിണി, എന്റെ കാലിലും കൂടെ അവൻ ഇരിക്കുന്നേ, നിന്റെ മടി തന്നെ അല്ലല്ലോ. അമ്മൂമ്മയ്ക്ക് വയ്യല്ലോ മോനെ കാലിലിരുത്താൻ, അതുകൊണ്ട് കിങ്ങിണിയുടെ അമ്മയുടെ മടി തന്നെ ഇരുന്നോ. ബെസ്റ്റ് അമ്മൂമ്മ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക്. അവൻ എങ്ങനെ ഈ സീറ്റിലോട്ട് ഇരുത്താൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. നമ്മളിങ്ങനെ പേടിച്ച് കുറച്ച് എത്ര നേരം ഇരിക്കും, കിടന്നുറങ്ങാൻ പോവായിരുന്നു. എടി ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ TV വെച്ചേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പേടിയൊക്കെ വെച്ച് കുറയും. നമുക്ക് കുറച്ചു നേരം TV കണ്ടിട്ട് പിന്നെ ഉറങ്ങിയാൽ മതി. എനിക്ക് ആ സൗണ്ട് കേട്ടിട്ടാ പേടി വരുന്നത്, പട്ടി ഓരിയിടുന്ന പോലത്തെ സൗണ്ട്. അച്ഛൻ നമ്മളോട് പറഞ്ഞത് തേങ്ങയൊക്കെ മാറ്റി വെക്കണമെന്നല്ലായിരുന്നു. ബോംബിന്റെ മുകളിലത്തെ ആണെങ്കിലായി പിന്നെ എലിയാണെന്തോ അല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷെ അത് എലിയൊന്നും അല്ല. അത് ഞാൻ നോക്കിയിട്ട് അത് നീർനായയുടെ എന്ന് വർഗതിപ്പെട്ട സാധനം. അതാ ഈ തോക്കും പിടിച്ചോണ്ട് നടക്കുന്നത്. നീർനായ ആയാലും എലി ആയാലും എന്തായാലും വേണ്ടില്ല, നമ്മുടെ വീടിന് തീ വെക്കാതിരുന്നാൽ മാത്രം മതി. അത് അയ്യോ ആരാ അത്? എന്റെ ബേബി ബോംബിട്ടാണോ അമ്മേ? കഥവ് ഉറക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാൻ മിണ്ടൊരു കാര്യം കേട്ടോ. ദൈവമേ, കഥവ് തുറന്ന് കയറിയിരുന്നു. അയ്യോ ഞാൻ കുറച്ച് മുമ്പ് കടയുടെ കുറ്റി തുറന്നിട്ടേക്കുവായിരുന്നു. നിങ്ങളായിരുന്നോ? ഞങ്ങൾക്ക് അതിന്റെ വീട്ടിൽ ഇരുന്നിട്ട് ആകെ പാടെ ഒരു പേടി. ചേട്ടനാണെങ്കിൽ വീട്ടിൽ ഇല്ല, ചേട്ടനാണെങ്കിൽ കുഞ്ഞമ്മയുടെ വീട്ടിൽ വരെ പോയേക്കുവാ. ഹായ് അമ്മയ്ക്ക് ചെന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ധൈര്യം കിട്ടി. ഞാൻ അങ്ങോട്ട് ഈ സീറ്റിൽ തന്നെ ഇരുന്നതാ. കിടന്നിട്ട് എനിക്ക് തോന്നി ഉറക്കം വരുന്നില്ല, പേടിയുണ്ട്. ഞാൻ പറഞ്ഞു അമ്മ വാ നമുക്ക് ഈ കുട്ടുവന്റെ വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ അമ്മയെ വിളിച്ചിട്ടത് ഞാൻ തന്നെ. സത്യം പറഞ്ഞാൽ നിങ്ങളോട് വന്നപ്പോൾ ഇച്ചിരി ആശ്വാസമായത്. മറ്റേ ഞങ്ങൾ പേടിച്ച് വരേണ്ടിരിക്കുവായിരുന്നു. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കെന്തിനാ പട്ടി ഓടി ഇരുന്നത് സൗണ്ട് കേട്ടില്ലേ? എങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന്? പട്ടി ഓടി ഇരുന്ന സൗണ്ടോ? ഇത് ഞങ്ങൾ കേട്ടില്ല. ആ ഇപ്പൊ കേൾക്കുന്ന കേട്ടോ. ഇതുപോലത്തെ സൗണ്ട് ആയിരുന്നു കുറെ നേരം കൊണ്ട്. നിങ്ങൾ എന്നിട്ട് ഇത് കേട്ടില്ലേ? വാ ശാന്തേച്ചി ഇങ്ങോട്ട് കയറി ഇരിക്ക്. ആ ഞങ്ങൾ ഇരുന്നോളാം. അയ്യോ അതാരാ ചിരിക്കുന്ന കേട്ടത്? ബോംബിട്ട് ബോണ്ടിക്ക് തന്നെ, അത് വേറെ ആരുമല്ല. ദൈവമേ നമ്മൾ പെട്ടോ. അയ്യോ ഈ വീടിന് നേരേക്കാൻ നമ്മളെങ്കിൽ എല്ലാവരോടും ഒന്നിച്ച് കത്തി ചാമ്പലാകും. നമുക്കൊന്നൊരു കാര്യം ചെയ്താലോ? ഈ വീടിന്റെ ബാക്ക് ഡോർ വഴി നമുക്ക് ഇറങ്ങി ഓടാം. നമുക്ക് നമ്മുടെ ജീവനല്ലേ വലുത്? വീടിനേക്കാൾ വലുത് നമുക്ക് നമ്മുടെ ജീവനല്ലേ? ശരി നാണിയമ്മ പറഞ്ഞത്. ആദ്യം നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കാം. നമുക്ക് ഈ പെട്ടെന്നെങ്കിൽ ബാക്ക് വഴി ഇറങ്ങി ഓടാം. നമുക്ക് ഇവിടെ നിന്ന് ഒളിച്ചു നോക്കാം. ഈ വീടാ ഇനി എന്റെ ലക്ഷ്യം. ഇപ്പൊ തന്നെ തീയിടാം. മഴ ചതിച്ചല്ലോ. ചതിച്ചത് മഴ മാത്രമല്ലടാ, ഞങ്ങളും കൂടാ. അയ്യോ പോലീസ്. അതിനുള്ള ശിക്ഷ തുടങ്ങിയിട്ട് പാവങ്ങളുടെ എല്ലാം വീട് നീ കത്തിച്ച് കളയുക.